അഭിനയം എന്നുള്ളത് വീണ് കിട്ടുന്ന ഒരു ഭാഗ്യം മാത്രമാണ്. അതൊന്നും ഒരിക്കലും ചിലപ്പോൾ സ്ഥായിയായിട്ട് നിൽക്കുന്നവരുണ്ടാവാൻ ഇല്ല. കാരണം ഞങ്ങൾ പുതുമുഖങ്ങൾ മാത്രമാണ്, ആരെങ്കിലും അണിയറയിലും പുതുമുഖങ്ങളെ മാത്രമാണ് പ്ലാനിങ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്ക് വിളിക്കേണ്ട കാര്യമില്ല, കാരണം എത്രയോ സിനിമകൾ ചെയ്ത എക്സ്പീരിയൻസും ഇതിനെ കുറിച്ച് കണ്ടപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ ഫോട്ടോയിൽ കണ്ട രൂപമേ അല്ല, മൊത്തം അടിപൊളി. നമസ്കാരം. ഏഷ്യൻ സ്റ്റാർസ് ഇൻ മീറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് തുണ്ടത്തിൽ. ഈ വരുന്ന ജൂൺ 7-ാം തീയതി കേരളത്തിലെ തിയേറ്ററുകൾ പ്രദർശനത്തിലെത്തുന്ന സിനിമയാണ് മായമ്മ. മായമ്മ എന്ന സിനിമയുടെ സംവിധായകനും തിരക്കഥാകൃത്തുമായ ശ്രീ രമേഷ് കുമാർ കോറമംഗലം ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. സിനിമയെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വിശേഷങ്ങളെക്കുറിച്ചും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം രമേഷ്. വളരെ വർഷങ്ങളായിട്ടുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന ദിനമാണ് ജൂൺ 7 മായമ്മ എന്ന സിനിമയിലൂടെ. അതെ, എന്താണ് ഈ മായമ്മയെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോട് സംസാരിക്കാനുള്ളത്? മായമ്മയെക്കുറിച്ച് വളരെ നല്ലതെന്നെ എനിക്ക് പറയാറുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു യഥാർത്ഥ സംഭവത്തിൽ നിന്നെടുത്തൊരു ത്രെഡ്, ആ ത്രെഡിനെ നമ്മൾ ഊതി ഉരുക്കി അങ്ങനെ മോൾഡ് ചെയ്ത് ഒരു നല്ലൊരു സ്ക്രിപ്റ്റാക്കി നമുക്കൊരു പൂർണ്ണ സംതൃപ്തിയിലെത്തുന്ന ആ ഒരു സ്ക്രിപ്റ്റ് ആയ ശേഷം പിന്നെ അതിനെ സ്ക്രീനിലെത്തിക്കുക എന്നുള്ളതാണ് പിന്നെ അടുത്തൊരു ഘടകം. അപ്പോൾ ഈ നമ്മുടെ ഈ കൊറോണ കാലത്ത് ഞങ്ങൾ ഒരുപാട് ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്തായിരുന്നു. അപ്പം അതിന് കുറേ എണ്ണത്തിനൊക്കെ അവാർഡൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് നമ്മളൊരു സ്വന്തമായിട്ടൊരു ചെറിയൊരു സ്റ്റുഡിയോയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ നമുക്കൊരു വളരെ ഒരു ചുരുങ്ങിയ ചിലവിൽ ഒരു സിനിമ ചെയ്യാം എന്നുള്ളൊരു, ഇപ്പം ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മളൊരു നല്ലൊരു ടീം തന്നെയുണ്ട്. അപ്പോൾ ആ എല്ലാവരും കൂടെ ചേർന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ സബ്ജക്റ്റാണ് പിന്നത്തെ വിഷയം. അപ്പോൾ ഇത് ഒരു 3.5-4 വർഷത്തോളമായിട്ട് എൻ്റെ മനസ്സിൽ ഉള്ളതും ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തതും ആയിട്ടുള്ളത് റെഡി ആയിട്ടിരിക്കുമ്പോൾ പിന്നെ അതിനാണ് മറ്റൊരു സബ്ജക്റ്റ് എന്നുള്ളൊരു തോന്നല്. ഈ സബ്ജക്റ്റ് നമ്മുടെ കൂടെയുള്ള അനിൽ സാറ്, നവീന്, അവരുടെ അടുത്തെല്ലാം പറഞ്ഞു. അവരും ഓക്കെ. ചീഫ് അസോസിയേറ്റ് മായമ്മയുടെ ക്യാമറ ചെയ്ത DOP പുള്ളി നല്ലൊരു എഡിറ്ററാണ്, ക്യാമറാമാനാണ്, നല്ലൊരു പോസ്റ്റർ ഡിസൈനറാണ്. അങ്ങനെ ഒരുപാട് നേരത്തെ സൗഹൃദം ഉള്ള ഒരുപാട് വളരെ വളരെ വർഷങ്ങളായിട്ടുള്ള 10-35 വർഷത്തിന് പുറത്തുള്ള പുള്ളി വീഡിയോഗ്രാഫിയൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത്, ഞാൻ അസിസ്റ്റൻ്റായിട്ട് പോകുന്ന സമയത്തൊക്കെ ഉള്ള അന്ന് ആ ഒരു കാലഘട്ടത്തിലേ ഉള്ളൊരു സൗഹൃദമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരിക്കലും ഒരു പിക്ചർ സിനിമ ചെയ്യാം എന്നുള്ള പ്രതീക്ഷ. ഈ ഇടയ്ക്ക് ഈ കൊറോണ സമയത്തൊക്കെ ഷോർട്ട് ഫിലിം ചെയ്തു, അതിന്റെ DOP നവീനായിരുന്നു. അനിലും സഹകരിച്ചിട്ടുണ്ട്. അനിൽ സാറ് അതിന് മുമ്പേ ഷോർട്ട് ഫിലിമുകൾ ചെയ്തപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്തു. എൻ്റെ തന്നെ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു കൂട്ടായ്മയിലൂടെ, അങ്ങനെ ഒരു വലിപ്പ ചെറുപ്പമൊന്നും അവിടെ ഇല്ല. അപ്പം അദ്ദേഹം ഒരു താല്പര്യപ്പെട്ട ഒരു സബ്ജക്റ്റ് പറയുമ്പോഴത്തേക്ക് അനിൽ സാറ് ചെയ്യും. അനിൽ സാറ് പിന്നെ എത്രയോ വർഷങ്ങൾ കൊണ്ട് ഒരുപാട് സീരിയലുകളും കഴിഞ്ഞ പിന്നെ അനിൽ ബാബു സാറിൻ്റെ ഒക്കെ അസിസ്റ്റൻ്റായിട്ടൊക്കെ അസോസിയേറ്റൊക്കെ ആയിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണ്. അപ്പം അനിൽ സാറ് ഒരു സബ്ജക്റ്റ് പറയുന്നു, നമ്മൾ ചെയ്യുന്നു. ഞാനൊരു സബ്ജക്റ്റ് പറയുന്നു, ചെയ്യുന്നു. അങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെ ഒരുപാട് സംഗതികൾ ഞങ്ങൾ അങ്ങനെ ചെയ്തു വന്നപ്പോഴത്തേക്കാണ് ഈ സിനിമയെക്കുറിച്ചുള്ളൊരു സബ്ജക്റ്റ് ഞങ്ങൾ സംസാരിക്കാനിട വന്നത്. ചെയ്തു. നമ്മൾ ഈ ഒരു മായമ്മയെ പറ്റി ഞാൻ ഇങ്ങനെ അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവരും ഓക്കെ ആയി. അപ്പം ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് പഴമയുള്ളൊരു കഥയാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു ഒറിജിനൽ കഥയുടെ ത്രെഡിൽ നിന്നാണ് ഇത് ഉണ്ടായത് എന്നുള്ളത്. അപ്പോൾ അത് നടന്നത് ഏകദേശം 10-40 വർഷം മുമ്പ് ഉള്ളതാണ്. അപ്പോൾ ആ ഒരു അത്രയും പഴക്കത്തിലേക്ക് നമുക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ മാറിയ സാഹചര്യത്തിൽ നമുക്ക് സിനിമാറ്റിക് ആയിട്ട് വരുമ്പോഴത്തേക്ക് അത്രയും കാലഘട്ടത്തിലേക്ക് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത്രയും പഴമയിലേക്ക് പോയില്ല. മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരു കാലം എന്നുള്ളൊരു കൺസെപ്റ്റിൽ സ്ക്രിപ്റ്റ് ചെയ്തു. അതിൽ പഴയ എന്താ പറയുക, മന, ഒരു ഇല്ലം, ഒരു കോവിലകം, കോവിലകത്തെ തമ്പുരാൻ്റെ തലതെറിച്ച ഒരു മകൻ, പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യമാര് 1 2 ആണ്. പിന്നെ അതുപോലെ ഈ ഇല്ലത്ത് തിരുമേനി, അന്തർജനം തിരുമേനി വേദ ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സാധുവായിട്ടുള്ള മനുഷ്യൻ. പിന്നെ അവിടത്തേക്ക്
വന്നു ചേരുന്ന ഒരു പുള്ളുവത്തി. ആ പുള്ളുവത്തിയിൽ നിന്നാണ് പിന്നെ നമ്മളെ കഥ ആരംഭിക്കുന്നത്. പുള്ളുവത്തിയുടെ അച്ഛൻ അവർ ഈ ഗ്രാമത്തിലെത്തുകയും ഈ തിരുമേനിയുടെ ഇളയ മകനുമായിട്ട് ഈ പുള്ളുവത്തിക്കൊരു പ്രണയം ഉത്ഭവിക്കുകയും അതിനെ തുടർന്ന് പിന്നീട് അങ്ങോട്ട് സംഘർഷഭരിതമായിട്ട് നീങ്ങുന്ന ഒരു സബ്ജക്റ്റായിട്ടാണ് മായമ്മ വരുന്നത്. തികച്ചും ഒരു ഫാമിലി എൻ്റർടൈനർ എന്നേ പറയുള്ളൂ. കോമഡി ആയിട്ടൊന്നും വലുതായിട്ട് ഇല്ല. കാരണം വെച്ചാൽ കോമഡിക്ക് വേണ്ടി കോമഡി നമുക്ക് ഈ സബ്ജക്റ്റിൽ കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് സബ്ജക്റ്റ് വൈസ് നമ്മളൊരു ഫാമിലിയെ തൃപ്തിപ്പെടുത്തക്ക രീതിയിൽ ഒരു കുഞ്ഞു കഥ നമ്മുടേതായ പരിമിതിയും ഇതിലും വെച്ചിട്ട് പറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് പൊതുവെ കണ്ടവരൊക്കെ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം മൊബൈൽ ഫോൺ വരുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു. അപ്പൊ ഇതിലൊരു റിസർച്ച് വർക്കിന്റെ ഒരു ഇതും വരുന്നുണ്ടല്ലോ. ഒരുപാടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ മൊബൈലിൽ ഇല്ലാത്ത കാലഘട്ടത്തിലെ നമ്മുടെ ഇല്ലം, പിന്നെ ഈ മന, അവിടത്തേക്ക് ആ ഒരു സംസ്കാരം അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷം നമുക്ക് ഇതിൽ സിനിമയിൽ തന്നെയും ഒരു 8 വർഷത്തെ 2 കഥ പറയുന്നുണ്ട്. ഒരു 8 വർഷം മുമ്പുള്ള ഒരു സംഭവവും അതിനുശേഷം 8 വർഷത്തിന് ശേഷം വരുന്നൊരു സംഭവമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 മാറ്റങ്ങളും നമുക്ക് ശരിക്കും റിസർച്ച് ചെയ്ത് തന്നെ ചെയ്യേണ്ടി വന്ന വിഷയങ്ങളാണ്. രംഗസഞ്ചീകരണത്തിനും മറ്റ് വേഷവിധാനത്തിനും ഒക്കെ ഉള്ള മാറ്റങ്ങൾ നമുക്കിതിൽ കൊണ്ടുവരാൻ കുറച്ച് അധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കൂടുതലും ഈ ഷൂട്ടൊക്കെ എവിടെയാണ് നടന്നത്? ഷൂട്ട് ഞങ്ങൾ ചെയ്തതെല്ലാം വർക്കല, പിന്നെ മയ്യനാട്, അയന്തി, ആ ഒരു ഈ മനയൊക്കെ ഇരിക്കുന്ന സ്ഥലം. മനയൊക്കെ ഇരിക്കുന്ന സ്ഥലം എന്താണ്, ഇടവ മറ്റേ കാപ്പിൽ ആ ഒരു പരിസരത്താണ് ഞങ്ങൾക്ക് അതിന്റെ ലൊക്കേഷൻ കിട്ടിയത്. ഞങ്ങൾ ആദ്യം ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് ആ ഭാഗത്തോട്ട് പോകാം എന്നാൽ കുറെ കൂടെ വലിയ മനകളായിട്ട്. പിന്നെ തോന്നി അത്രയും വലിയ മനയിലേക്ക് പോണ്ട, കുറച്ചും കൂടെ ചെറുത് മതി. അപ്പോൾ ആ ഒരു ഇതിൽ ഞങ്ങൾ ലൊക്കേഷൻ തേടി ഇവിടുന്ന് ഏകദേശം എറണാകുളം, പിന്നെ ഇടുക്കി ആ ഭാഗത്തൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പം എല്ലാത്തിലും പോകുന്നത് ഞങ്ങൾ 3-4 പേര് ഒരുമിച്ചാണ്. പിന്നെ ആ സമയത്താണ് നമ്മുടെ ഇതിൽ ഈ എന്തായാലും പ്രൊഡ്യൂസർ വേണമല്ലോ, സാമ്പത്തികം മുടക്കണമല്ലോ, ആരെങ്കിലും സാമ്പത്തികം മുടക്കിയാലല്ലേ കാര്യം നടക്കും. അപ്പോൾ നമ്മളെ 2-3 സുഹൃത്തുക്കളെടുത്ത് കാര്യം പറഞ്ഞു. അപ്പോൾ ഈ ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്തും ഈ സുഹൃത്തുക്കളെല്ലാം കുറേശ്ശെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അവർ കുഞ്ഞു കുഞ്ഞു വേഷങ്ങളൊക്കെ അവരും ചെയ്യും. അപ്പം സിനിമ ആയതുകൊണ്ട് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല, എന്നാൽ ചെറിയൊരു കോൺട്രിബ്യൂഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടല്ല ഒരു ബ്രദർ എന്നുള്ളൊരു നിലയിലുള്ള ഒരു രാജശേഖരൻ നായർ എന്ന് പറയും, പടിഞ്ഞാറേടയിലുള്ളൊരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. അപ്പോൾ അദ്ദേഹത്തോട്, പുള്ളി ഞങ്ങളെ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട് നേരത്തെ. നടനും കൂടിയാണ് പുള്ളി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു, നമ്മളിങ്ങനെ ഒരു സിനിമ ചെറിയൊരു ബഡ്ജറ്റിൽ പുതുമുഖങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചാൽ അതിൻ്റെ പുതുമുഖങ്ങൾക്ക് നമുക്ക് ആർട്ടിസ്റ്റുകളെ വിളിച്ചുകൂടെ, പൈസ മുടക്കാം, കുഴപ്പമൊന്നുമില്ല, അപ്പോൾ എല്ലാവരും ഇടുന്നതിനേക്കാൾ കൂടുതൽ ഞാനും തരാം, അപ്പോൾ നമുക്കൊരു കൂട്ടായിട്ട് നല്ലൊരു ബഡ്ജറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട. കാരണം ഒന്നാമത് ഞാൻ പുതുമുഖമാണ്, അപ്പം വലിയൊരു എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് പറയാനില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഒരു 26 വർഷം മുമ്പ് കുറച്ചു കാലം സിനിമയായിട്ട് ചുറ്റി സഞ്ചരിച്ചു എന്നല്ലാതെ ഈ അടുത്ത സമയത്തൊന്നും പുതിയ മോഡേൺ ടെക്നോളജിയൊന്നും എനിക്ക് വലിയ വശമില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ 26 വർഷത്തിന് മുമ്പ് എങ്ങനെയാണ് അത് ബന്ധപ്പെട്ടത്? 26 വർഷത്തിന് മുമ്പ് വെച്ചാൽ ഞാൻ ഈ എന്താ പറയുക, അഭിനയ മോഹം ആയിരുന്നു പ്രധാനം. അപ്പോൾ അങ്ങനെ അഭിനയിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോഴത്തേക്കാണ് പിന്നെ അതൊന്നും അത്ര എളുപ്പത്തിൽ നമുക്ക് കൈവരുന്ന കാര്യങ്ങളല്ല. സ്കൂൾ കോളേജ് തലത്തിൽ എല്ലാ കലാപരിപാടികളിലും വളരെ സജീവമായിട്ടുണ്ട്. സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് വരെ എത്തിയിട്ടുണ്ട്. പിന്നെ എഴുത്തിൽ അന്നേ താല്പര്യമുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ നല്ല അന്നൊക്കെ വെച്ചാൽ കുറേശ്ശെ വായനാശീലം ഉണ്ട്. ഇപ്പം പിന്നെ ഒന്നും സമയം കിട്ടുന്നില്ല, മനസ്സിലായി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഈ സ്ക്രിപ്റ്റ് തിരക്കഥയാക്കുക. പക്ഷെ നോവലൊന്നും തന്നെ കൊണ്ട് പറ്റില്ല. നോവലൊന്നും, നാടകം എഴുതി സ്വന്തമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഈ സ്ക്രിപ്റ്റ് ചെയ്യുക എന്നുള്ള MT സാറിൻ്റെയൊക്കെ
പത്മനാഭൻ സാറിൻ്റെ ഒക്കെ തിരക്കഥകൾ വായിച്ച് അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളി നക്ഷത്രം പിന്നെ ഇതുപോലുള്ള സിനിമാ മാസികകളിൽ സെൻട്രൽ പേജിൽ തിരക്കഥ വരും. ആ കാലത്ത് ഇറങ്ങിയ സിനിമകൾ അതെല്ലാം വിടാതെ വായിക്കും. അത് നല്ലതോ ചീത്തയോ എന്നുള്ളതല്ല, ഏറ്റവും കഴിയുന്നത്ര അത്തരം കാര്യങ്ങൾ തിരക്കഥകൾ വായിക്കും. പിന്നെ ബ്രാം സ്റ്റോക്കറുടെ ഈ ഹൊറർ നോവലുകൾ, പിന്നെ ഈ അത്തരം അങ്ങനെയൊക്കെ വ്യാപരിച്ച ഒരു അവിയൽ പരുവത്തിലുള്ള വായനയാണ്. അല്ലാതെ ഇന്ന മേഖല എന്നൊന്നുമില്ല. അന്നേ നമ്മുടെ ഫോക്കസ് ബിഗ് സ്ക്രീൻ തന്നെയാണ്. ആഗ്രഹമാണ്, ഭയങ്കര ആഗ്രഹം. പ്രീ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അന്ന് നമ്മുടെ ഈ വേദപ്പുറം ദാമോദരൻ നമ്പൂതിരി എൻ്റെ ഒരു അടുത്ത ബന്ധുവും കൂടെയാണ്. പുള്ളി അന്ന് സിനിമയിൽ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാതിരുന്നാൾ, പിന്നെ ആര്യൻ, ആ സമയത്തൊക്കെ അദ്ദേഹം ഈ സിനിമയിലോട്ട് അങ്ങനെ കയറി വരും. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ സെറ്റപ്പ് ആവുന്നുണ്ട്. പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ ഞാൻ തലശ്ശേരിയാണ് പ്രീ ഡിഗ്രിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അവിടുന്ന് രാവിലെ കോളേജിലേക്കൊന്നും പറഞ്ഞ് പോവും. നേരെ പോകുന്നത് കോഴിക്കോടേക്കാണ്. അദ്ദേഹത്തിനെ കണ്ട് കാര്യം പറയും. പുള്ളി പറയാം നോക്കാം. ഒന്നും നടന്നില്ല. അതെല്ലാം പിന്നെ അങ്ങനെ ഒരു ഇത്. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല സിനിമാമോഹം ശരിക്കും തലക്കി പിടിച്ചു. നേരെ തിരുവനന്തപുരത്തിന് വണ്ടി കയറി. വീട്ടിലൊരു അന്തരീക്ഷം എങ്ങനെയായിരുന്നു? വീട്ടിലെ അന്തരീക്ഷം വെച്ചാൽ അച്ഛൻ സിനിമ താല്പര്യത്തോട് എതിർപ്പൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും അങ്ങനെ ഒരു പഠിത്തം കളഞ്ഞിട്ട് പോകുന്നതിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ അധ്യാപകനായിരുന്നു. പിന്നെ അപ്പം പഠിക്കുക, പഠിച്ചൊരു സ്വന്തം കാലിലാവുക, എന്നിട്ട് എന്താ വെച്ചാൽ ചെയ്തോ എന്നുള്ള ഒരു മനോഭാവമായിരുന്നു അച്ഛന്. എന്ന് വെച്ചിട്ട് എതിർപ്പൊന്നുമില്ല. പക്ഷേ ഈ പ്രീ ഡിഗ്രി സമയത്തുള്ള സിനിമ കാണലിനൊക്കെ ഭയങ്കര എതിർപ്പ് തന്നെയായിരുന്നു. അപ്പം അന്ന് വെച്ചാൽ വിടാതെ സിനിമ കാണും. നമ്മളെന്നാലും അറിയാതെയൊക്കെ പോയി, സ്വാഭാവികം. അതെ. പിന്നെ അത് കഴിഞ്ഞ് ഈ സിനിമാമോഹം നല്ല ഇടയ്ക്ക് ചോദിച്ചു, അച്ഛനോ അമ്മയോ ആരെങ്കിലും കലയുമായിട്ട് എന്തെങ്കിലും ബന്ധം? അച്ഛൻ നല്ലൊരു കലാകാരനായിരുന്നു. അച്ഛൻ അവിടെ സ്കൂളിൽ നാടകങ്ങൾ എല്ലാം സ്വന്തമായിട്ട് എഴുതി അവതരിപ്പിക്കാറുണ്ട്. പിന്നെ യൂത്ത് ഫെസ്റ്റിവലിന് അച്ഛൻ മോണാക്ടിന് ട്രെയിനിങ് കൊടുത്ത 3 പേർക്ക് തുടർച്ചയായിട്ട് 3 വർഷം സംസ്ഥാന യൂത്ത് ഫെസ്റ്റിവലിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അന്ന് വെച്ചാൽ എ ഗ്രേഡിന്റെ വലിയ ഇതില്ല. അന്ന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ്. അപ്പം ഫസ്റ്റ് തന്നെ 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് അച്ഛൻ ട്രെയിൻ ചെയ്ത കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊക്കെയാണ് ഞാൻ കൊച്ചിലെ കണ്ടുവരുന്നത്. അച്ഛൻ ഈ നാടകത്തിൻ്റെ ഒക്കെ റിഹേഴ്സൽ നമ്മൾ അവിടെ ഇല്ലത് തന്നെയാണ് ചെയ്തു വരുന്നത്. അവിടെ മുറ്റത്ത് രാത്രി ആകുമ്പോഴത്തേക്ക് സ്കൂൾ നാടകങ്ങൾ അപ്പം പിള്ളേർ എല്ലാം കാണും. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഞാനും, അപ്പോൾ അച്ഛനെ അസ്റ്റ് ചെയ്യാൻ ഞാനും കാണും. ചിലപ്പം ചില വേഷത്തിൽ അഭിനയിക്കാനും കാണും. പക്ഷെ അധികം അച്ഛൻ്റെ നാടകത്തിൽ ഞാൻ അധികം അഭിനയിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനും അച്ഛനായിട്ട് ശരിയാവില്ല ഈ ഒരു കാര്യത്തിൽ. കാരണം എൻ്റെ കൺസെപ്റ്റ് അല്ല അച്ഛൻ്റെ കൺസെപ്റ്റ്. അത് അച്ഛൻ പറയുന്ന രീതിയിൽ ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിൽ മാറും. പിന്നെ ബാക്കി സാങ്കേതിക സഹായങ്ങളെല്ലാം നമ്മൾ ഓക്കെയാണ്. അതേസമയം തന്നെ ഇതുപോലെ ചെയ്യുന്ന മറ്റ് ഏതെങ്കിലും അധ്യാപകർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ കൂടെ നാടകത്തിൽ ഞാൻ ജോയിൻ ചെയ്യും. അങ്ങനെ ഉള്ളൊരു കാലഘട്ടം. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേക്ക് ചിറ്റപ്പൻ ഇവിടെ ആറ്റുകാരിൽ സഹമേശാന്തിയാണ്. അപ്പം അങ്ങനെ അദ്ദേഹം വെക്കേഷനൊക്കെ അങ്ങ് വരും. അപ്പോൾ ഞാൻ പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, തിരുവനന്തപുരത്ത് വന്ന സിനിമയിൽ കയറാൻ പറ്റും? അടുത്ത പിടിവള്ളി ഇതാണ്. പുള്ളി പറഞ്ഞ് നോക്കാം. അങ്ങനെ പുള്ളി നേരെ തന്നു. ഞാൻ നേരെ തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് പിന്നെ ഉള്ള സ്റ്റേ ആറ്റുകാലിൽ അപ്പൻ്റെ കൂടെ. പിന്നെ രാവിലെ ഞാൻ പറഞ്ഞു ചാൻസ് ചോദിച്ചു. അങ്ങനെ നടക്കും. അങ്ങനെ അലഞ്ഞ് പല വഴിയിലേക്കൂടെയും എത്തിപ്പെട്ടു. അവസാനം നമ്മുടെ ഇടയ്ക്കൊരു സമയത്ത് പത്മനാഭൻ സാറിൻ്റെ അടുത്ത് പോയി ചാൻസ് ചോദിച്ചു പോയതാണ്. അന്ന് ഞാൻ പിന്നെ ഡിഗ്രിക്ക് കയറുന്നു. ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഡിഗ്രിക്ക് കയറുന്നു. ആ ഡിഗ്രിയും ഇതും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുന്ന സമയത്താണ്. അപ്പോഴേ പത്മനാഭ സാറിനെ കണ്ടപ്പോഴത്തേക്ക് തിളങ്ങി നിൽക്കുന്ന സമയം. ഇതൊക്കെ അതിന് ഗന്ധർവനൊക്കെ ചെയ്യുന്നതിന് മുമ്പേ അന്ന് എനിക്ക് തോന്നുന്നു ഇന്നലെയൊക്കെ ചെയ്ത ആ ഒരു ടൈമിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അതുകൊണ്ട് എനിക്കിങ്ങനെ അഭിനയിക്കണം. അപ്പോൾ ഡയറക്റ്റായിട്ട് ചോദിച്ചു. ഞാൻ നമ്മുടെ പൂജപ്പുര വീട്ടിൽ പോയി ഒരു ലെറ്ററൊക്കെ ഞാൻ തന്നെ തയ്യാറാക്കി, സ്വയം തയ്യാറാക്കി. കാരണം 1-2 അടുത്ത് പോയപ്പോഴത്തേക്ക് പിന്നെ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സാവകാശം അവർക്കില്ല. പിന്നെ വാ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് വിട്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്നാൽ ഇത് ശരിയല്ല, ഒരു ലെറ്റർ എഴുതിയിട്ട് ലെറ്റർ കൊടുക്കാം, ഇത് വേറെ ആരോ തന്നാണെന്ന് വിചാരിച്ചിട്ടെങ്കിൽ അവർ വായിക്കുമല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ സ്വന്തമായിട്ടൊരു ലെറ്ററൊക്കെ എഴുതി പുള്ളിക്ക് കൊണ്ടു കൊടുക്കും.
പുള്ളിയോടെ പൂജപ്പുര വീട്ടിലിങ്ങനെ ഇരുന്ന് അങ്ങനെ താടിയൊക്കെ തടക്കി അങ്ങനെ ഇരിക്കാനൊക്കെ അടുത്ത് ഇരിക്കുമെന്ന് പറഞ്ഞു. വളരെ യാതൊരു പരിചയമില്ല. അങ്ങനെ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു മടി, ഇരുന്നാൽ ശരിയാവുമോ, എന്തായാലും ഇരിക്കാൻ പറഞ്ഞല്ലേ ഇരിക്കാം. ഇരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വെച്ചാൽ എന്ത് ചെയ്യുന്നു, ഞാൻ അങ്ങനെ ഡിഗ്രി ഫൈനൽ ഇയറായി ഇരിക്കുകയാണ്. അല്ല, വരവിന്റെ ഉദ്ദേശം പപ്പേട്ടന് മനസ്സിലായി. ലെറ്റർ കൊടുത്തല്ലോ, ലെറ്റർ വായിച്ചിട്ടാണ് ഇരിക്കാൻ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഡിഗ്രി ഫൈനൽ ഇയറാണ്. പരീക്ഷ അടുത്ത ചോദ്യം ഇത്ര ഫസ്റ്റ് ചാൻസ് പാസ്സാവുമോ? പാസ്സാവുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പൊന്നുമില്ല, പരീക്ഷ എഴുതാന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയല്ല, ആദ്യം പോയി പരീക്ഷ എഴുതണം, ഡിഗ്രി കഴിയണം, പിന്നെ അതിൻ്റെ ഉയർന്ന എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ പഠിച്ചോളണം, ഒരു ജോലി സമ്പാദിക്കണം, ജോലി സമ്പാദിച്ചിട്ട് വാ എന്നാ ഞാൻ നോക്കാം. ഞാൻ വിചാരിച്ചു ഇങ്ങനെ പറയുന്നത് പെട്ടെന്ന് നമുക്കൊരു ദേഷ്യം തോന്നി. നമ്മളിപ്പോ ഒരു കാര്യം ചോദിച്ചത് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയുക, അല്ലെങ്കിൽ പിന്നെ വാന്ന് പറയുക, അതല്ലേ വേണ്ട. അല്ലാതെ ഒരു ഉപദേശത്തിന്റെ ആവശ്യം പറ്റില്ല എന്നുള്ളതിന്റെ ഒരു പപ്പേട്ടൻ സ്റ്റൈൽ എന്ന് വിചാരിച്ചല്ലേ. അപ്പം ചിലപ്പോൾ ഇദ്ദേഹം എങ്ങനെ ആയിരിക്കും, അങ്ങനെ മനസ്സുകൊണ്ട് ഇതായിട്ടിങ്ങ് വന്നു. പിന്നീട് ഞാൻ ആലോചിച്ചപ്പോഴാണ് അതിന്റെ ഒരു, പിന്നെ അന്ന് ആ കൂട്ടത്തിൽ അദ്ദേഹം പറയുകയും ചെയ്തായിരുന്നു, അഭിനയം എന്നുള്ളത് വീണ് കിട്ടുന്ന ഒരു ഭാഗ്യം മാത്രമാണ്. അതൊന്നും ഒരിക്കലും ചിലപ്പോൾ സ്ഥായിയായിട്ട് നിൽക്കുന്നവരുണ്ടാവാം, ഇല്ലാത്തവരുണ്ടാവാം. പക്ഷേ അതിനേക്കാൾ ഉപരി നിങ്ങൾ ടെക്നിക്കൽ സൈഡ് നോക്കുക. ടെക്നിക്കൽ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം, അപ്പോഴും വേണമെങ്കിൽ അഭിനയിക്കാം. നമ്മൾ ആ ഒരു കൺസെപ്റ്റിൽ പുള്ളി കുറേ കാര്യങ്ങളൊന്ന് പറഞ്ഞു തന്നു. ഒരു പരിചയമില്ല, അത് ആലോചിച്ചു. നമ്മളത്ര ഒരു കുട്ടിയാണ്, എന്നിട്ട് പോലും ആ ഒരു പക്വമായിട്ടുള്ള ആ ഒരു, അത് കഴിഞ്ഞ് ശരിക്കും അദ്ദേഹം മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കരഞ്ഞുപോയി. എന്നാൽ ആ ഒരു കുറഞ്ഞ സമയത്തെ പരിചയം മാത്രമേ എനിക്കുള്ളെങ്കിൽ പോലും ആ ഒരു ഇതിൽ അത്രയും ഒരു, പിന്നെ പഠിച്ചു, നമ്മുടെ മനസ്സിനെ സ്പർശിച്ച ഒരു അസാധ്യ സംഭവിച്ചു. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ദേവസ്വം ബോർഡിൽ ജോലിക്ക് കയറി. അപ്പം ജോലിയിലിരുന്നു. ആ സമയത്ത് ലീവ് എടുത്തു, വർക്കിന് പോയി. പക്ഷേ ലീവും വർക്കും കൂടി, വർക്കിന് പോയെന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും അസിസ്റ്റന്റ് ആയിട്ടാണ്, ത്രൂ ഔട്ട് അസിസ്റ്റന്റ് ആയിട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവസ്ഥ. പിന്നെ ഒരു ഇൻസ്റ്റാൾമെന്റ് സ്കീമിൽ പോകും. അത്രേ. ആരുടെ കൂടെ ആയിരുന്നു? ജയരാജ് സാറിന്റെ കൂടെ. പിന്നെ ഏത് പടമായിരുന്നത്? സോപാനത്തില്. പിന്നെ അതിലൊരു ചെറിയ വേഷം അഭിനയിക്കുകയും ചെയ്തു. അതിൽ കൈതപ്രത്തിന്റെ സഹായം വല്ലതും ഉണ്ടായിരുന്ന? ഈ ജയരാജ് സാറിന്റെ ഞാൻ ലൊക്കേഷനിലെത്തി, അവിടെ വെച്ച് കണ്ടപ്പോഴാണ് രാമനേട്ടൻ എന്നെ കാണുന്നതും. അപ്പോൾ എന്നിട്ട് തന്നെ ജയരാജ് സാറിന് അദ്ദേഹം അവിടെ നിന്ന് പരിചയപ്പെടുത്തി. അപ്പോൾ ജയരാജ് സാറിന് എനിക്ക് നേരത്തെ അറിയാം. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് യാത്രയൊക്കെ പോയിട്ടുണ്ട്. ജയരാജ് സാറിൻ്റെ അനിയൻ ഉണ്ണി. രമേശ് പിടിക്കുന്നൊക്കെ വലിയ കൊമ്പുകൾ തന്നെ. പപ്പേട്ടൻ അങ്ങനെയൊന്നുമില്ല, ജയരാജ് നിമിത്തം മാത്രം ഒരു എത്തിപ്പെട്ടു. അല്ല, എന്നാലും ആ ഒരു വിഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രാക്ക്. അതെ, അല്ല, ജയരാജ് സാറിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു മറ്റേ അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത് ഇതിലൊന്നുമല്ല. കുടുംബസമേതം സാർ ചെയ്ത് കഴിഞ്ഞ ഉടനെയാണ് ഞാൻ സാറിൻ്റെ അടുത്ത് പരിചയപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ക്ഷേത്ര ദർശനവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. ആ സമയത്തൊക്കെ ഞങ്ങൾ സിനിമയെ പറ്റിയൊക്കെ സംസാരിക്കും. അപ്പം അങ്ങനെ ഉള്ളൊരു താല്പര്യം. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ജോലി ഇതും കൂടെ ഒത്തുപോകാത്തൊരു ഇത് വന്നു. പിന്നെ ആ ഇടയ്ക്ക് കുറേ അധികം സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടും അങ്ങനെയൊക്കെ പോയി. അഭിനയം വിട്ടില്ല. അപ്പം ഏത് തരത്തിലാണ് രക്ഷപ്പെടാതെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആയിരുന്നു. പിന്നെ തോന്നി ഇതൊന്നും അലഞ്ഞു കിടക്കുന്നൊന്നും ശരിയാവുന്നില്ല. അപ്പോഴത്തേക്കാണ് ജോലിയായത്. അതോടുകൂടി സൈലൻ്റായി എന്നുള്ളതാണ് വാസ്തവം. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു 2-3 ടെലിഫിലിം ചെയ്തു. അന്ന് ഈ കൈരളി ചാനലൊക്കെ തുടങ്ങിയ ആ ഒരു കാലഘട്ടത്തിൽ ടെലിഫിലിം നല്ല മാർക്കറ്റായിരുന്നു. അപ്പോൾ നമ്മളെ ശ്രീപ്രകാശ് സാറ്, പിന്നെ അത് നമ്മുടെ മായാമോഷ്മിയൊക്കെ ആയിരുന്നു അതിലെ നായിക, പിന്നെ ബോബനാലും കൂടെ അവരൊക്കെ അങ്ങനെ ഡയറക്റ്റ് ചെയ്തു. അല്ല, ഞാൻ അസിസ്റ്റ് ചെയ്തു. ശ്രീപ്രകാശ് സാറ് ഡയറക്ഷൻ ആയിരുന്നു, ഞാൻ പുള്ളിയുടെ അസിസ്റ്റൻ്റായിട്ട് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കുറേ കാലം കൊണ്ടൊന്നും വേറെ പരിപാടിയൊന്നുമില്ല.
ഈ ഒരു മായമ്മ കഥ ചെയ്യാം എന്ന് സുഹൃത്തുക്കളായ ഈ അനിൽ, നവീനൊക്കെ ഓക്കെ പറഞ്ഞ് നമുക്ക് പ്രൊസീഡ് ചെയ്യാമെന്ന് പറയുന്ന സമയത്ത് അപ്പോഴീ ഇങ്ങനെ ഒരു ചലച്ചിത്രം ഒക്കെ സംവിധാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമല്ല. ഷോർട്ട് ഫിലിം ചെയ്യുന്നത് പോലെയും ടെലിഫിലിം ചെയ്യുന്നത് പോലെയും ആ ഒരു ഹെവി ബേർഡൻ അത് ആദ്യമേ തലയിലെടുത്ത് വെക്കാൻ തയ്യാറായിരുന്നു രമേശ്? ഞാൻ എപ്പോഴെങ്കിലും അത് അനിൽ ചെയ്യട്ടെ അങ്ങനെ എന്തെങ്കിലും ഇത് വന്നോ? അല്ല, അനിൽ സാറിനെ കൊണ്ട് അങ്ങനെയല്ല, അനിൽ സാറ് ചെയ്യട്ടെ എന്ന് ഞാൻ വിചാരിച്ചതല്ല. മീൻസ് എനിക്കിത് പറ്റുമോ എന്നൊരു മനസ്സിനൊരു ഉൾഭയം ഉണ്ടായിരുന്നു. പക്ഷെ നവീൻ പറഞ്ഞു നിങ്ങൾ ചെയ്യും, നിങ്ങളെ കൊണ്ട് പറ്റും. കാരണം നമ്മൾ കുറച്ച് ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് കയ്യിൽ. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റും എന്നൊരു ധൈര്യം തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പോൾ ഞാൻ പുതുമുഖമാണ്, എന്നാൽ പിന്നെ നമുക്ക് പുതുമുഖങ്ങളെ മാത്രം വെച്ച് ചെറിയ ബഡ്ജറ്റിൽ ചെയ്യാം. അപ്പോൾ രാജശേഖരൻ സാറും അതിന് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹം ആദ്യം മറ്റേത് പറഞ്ഞെങ്കിലും പിന്നീട് ഞങ്ങളുടെ ട്രാക്കിലേക്ക് വന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു വാരി എറിഞ്ഞ പൈസ വാരി എറിഞ്ഞ് ചെയ്യണ്ട. കാരണം തുടക്കമാണ്, പൊളിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പപ്പരാവും. അതുകൊണ്ട് അത് വേണ്ട. ഒരുപക്ഷെ ഇത് പൊട്ടിയാലും പിടിച്ചു നിൽക്കാൻ ഉള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് ഇറങ്ങണ്ടൂ എന്ന് തീരുമാനിച്ചിട്ടാണ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു രാജശേഖർ സാർ. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും അതുപോലെ ഓക്കെ. അപ്പം അദ്ദേഹം ഒരു വേഷം ചെയ്തു. അപ്പോൾ ഈ പുതുമുഖങ്ങളെ മാത്രം വെച്ച് ചെയ്യാം എന്ന് തീരുമാനിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു ഓഡിഷൻ പത്രത്തിലൊക്കെ പരസ്യം കൊടുത്തു. ആ സമയത്തൊന്നും അനിൽ സാറ് മറ്റേ ഈ ഷോർട്ട് ഫിലിമുകളായിട്ടുള്ള ബന്ധം അഭേദ്യമായിട്ടുണ്ടെങ്കിലും മായമ്മ സിനിമയിലേക്ക് വന്നിട്ടില്ല. അനിൽ സാർ ആ സമയത്തും മായമ്മ സിനിമയിലേക്ക് വന്നിട്ടില്ല. സ്ക്രിപ്റ്റ് കേട്ടിരുന്നു, നേരത്തെ കേട്ടിരുന്നു, പക്ഷെ സജീവമായിട്ട് വന്നില്ല. അങ്ങനെ ഓഡിഷൻ സമയത്ത് ഞങ്ങൾ അനിൽ സാറിനെ വിളിച്ചു. അനിൽ സാറിനെ വിളിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഓഡിഷൻ നടത്തുകയാണ്, ഒരു ജഡ്ജാവണം, ഞങ്ങൾക്ക് വേണ്ട കഥാപാത്രങ്ങളെ കണ്ടെത്തി തരണം, സ്ക്രിപ്റ്റ് സാറിന് അറിയാം. അപ്പോൾ അതിൻ്റെ ഓരോ കഥാപാത്രത്തിൻ്റെ മാനസങ്ങളും കാര്യങ്ങളെല്ലാം സാറിന് അറിയാം. അത് ജഡ്ജാവുക, കഥാപാത്രങ്ങളെ കണ്ടെത്തി തരിക എന്ന് പറഞ്ഞ് ചുമതല ഏൽപ്പിച്ചു. പുള്ളി വളരെ ഭംഗിയായിട്ട്, ഞങ്ങൾ അവിടെ അടുത്തൊരു ഫ്ലാറ്റിലാണ് ഓഡിഷനും കാര്യങ്ങളൊക്കെ നടത്തിയത്. ആരിൽ നിന്ന് 5 പൈസ പോലും വാങ്ങിക്കാതെ തികച്ചും ജെന്യുവിനായിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയത്. അങ്ങനെ 3-4 ദിവസമായിട്ട് ഓഡിഷൻ നടത്തി. ഞങ്ങൾ അദ്ദേഹവും ബിജു കലാവേദി അത് രണ്ടുപേരുമാണ് ജഡ്ജസായിട്ട് വന്നത്. അപ്പോഴും ബിജു ചേട്ടൻ ഇതിൽ അഭിനയിക്കുന്നൊന്നും ഒരു ഇതുമില്ല. കാരണം ഞങ്ങൾ പുതുമുഖങ്ങൾ മാത്രമാണ്, ആരെങ്കിലും അണിയറയിലും പുതുമുഖങ്ങളെ മാത്രമാണ് പ്ലാനിങ്. അപ്പോൾ ഓഡിഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആർട്ടിസ്റ്റുകളൊക്കെ മാർക്കൊക്കെ ഇട്ട് എല്ലാം സെലക്ട് ചെയ്തു. പുള്ളി ലിസ്റ്റൊക്കെ തന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഇപ്പോൾ നമ്മൾ പുതുമുഖങ്ങൾ മാത്രം എന്നൊക്കെ പറഞ്ഞു, ശരി തന്നെയാണ്, പക്ഷെ അത് പിന്നെ മാർക്കറ്റ് എങ്ങനെ ചെയ്യും? ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല. മാർക്കറ്റ് ചെയ്യുന്ന വിഷയമേ എനിക്കില്ല, എനിക്ക് സിനിമ ചെയ്താൽ മതി. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. എന്തായാലും സിനിമ ചെയ്യാൻ തീരുമാനിച്ചു എങ്കിൽ ഇപ്പം മുടക്കുന്ന ഫണ്ടിനോടൊപ്പം കുറച്ചും കൂടെ ഒക്കെ ഒന്ന് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ ചിലവില്ലാതെ പിന്നെ നമുക്ക് നല്ലൊരു സിനിമയായിട്ട് ചെയ്തുകൂടെ എന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അനിലാണ് അത് സജസ്റ്റ് ചെയ്തത്. അനിൽ സാറാണ് ആദ്യം പറയുന്നത്. ഇപ്പോൾ പുതുമുഖങ്ങളെ മാത്രം വെച്ച് ചെയ്യുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല, പക്ഷെ അതങ്ങനെ പുതുമുഖങ്ങളെ മാത്രം ചെയ്ത് വിജയിപ്പിക്കണമെങ്കിൽ അത്രയും ഹൈ റിസ്ക് ആയിരിക്കണം, അല്ലെങ്കിൽ സബ്ജക്റ്റ് ആ ഒരു മെത്തേഡിലുള്ളതായിരിക്കണം. മറ്റേ നമുക്ക് ഇപ്പോൾ ഉള്ള സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മായമ്മ എന്നുള്ള എൻ്റെ മനസ്സിൽ ആ ഒരു കഥ, അല്ലെങ്കിൽ ഞാൻ എഴുതിയ ആ ഒരു സ്ക്രിപ്റ്റ് അങ്ങനെ ഒരു യൂത്തിന് ഒരു സൂഹിക്കുന്നതാണെന്ന് എനിക്ക് തന്നെ ഇപ്പോഴും തോന്നുന്നില്ല. കാരണം ഒരു ഫാമിലി സബ്ജക്റ്റാണ്. അപ്പോൾ അത് ചിലപ്പോൾ ഈ കൊച്ചു 10-25 വയസ്സുള്ള പിള്ളേർക്കൊന്നും ചിലപ്പം രസിച്ചോളണമെന്നില്ല, ചിലപ്പം രസിക്കാം, രണ്ടും സംഭവിക്കാം. അപ്പോൾ ആൻസർ പറഞ്ഞ് അങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന നമ്മളുമായിട്ട് എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിനിടയിൽ സൗഹൃദമുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട്. വലിയ നടന്മാരോ നടിമാരോ ഒന്നുമല്ല, ഞാൻ പറഞ്ഞാൽ കേൾക്കും, നമ്മുടെ ഈ ബഡ്ജറ്റിൽ വരും, ഏർപ്പാട് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ആ സെക്കൻഡ് തൊട്ടാണ് അനിൽ സാർ ചീഫ് കോർഡിനേറ്ററും ചീഫ് അസോസിയേറ്റും ആവുന്നത്. മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു, അനിൽ സാർ എൻ്റെ കൂടെ നിൽക്കുമെങ്കിൽ ഓക്കെ.
തീരുന്നവരെ അത് കഴിഞ്ഞ് ഞാനുണ്ട് കൂടെ, ധൈര്യമായിട്ട് ചെയ്യും എന്ന് പറഞ്ഞ് ആ ഒരു ധൈര്യം. നവീൻ ലെഫ്റ്റും ഉണ്ട്, അനിൽ സാർ റൈറ്റിലും ഉണ്ട്. രമേഷിന് വലിയൊരു ഊർജ്ജമാണ് തന്നത്. വളരെ 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 മറക്കാൻ പറ്റും, ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതില് വേറൊന്ന് ചോദിച്ചോട്ടെ, ഈ പുതുമുഖ സംവിധായകൻ അല്ലെങ്കിൽ നവാഗത സംവിധായകൻ വിജിത് തമ്പിച്ചേട്ടനെ പോലെയുള്ള ഒരു സംവിധായകനെ ഡയറക്റ്റ് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു, വിശ്വസിക്കാൻ. എങ്ങനെയായിരുന്നു ആ ഒരു ഇത് തമ്പിച്ചേട്ടൻ? അത് ഞാൻ പറയാം. അതായത് തമ്പി സാറുമായിട്ട് എനിക്ക് ഏകദേശം ഒരു 10-30 വർഷത്തെ അടുപ്പമുണ്ട്. അത് ഈ പറഞ്ഞ കണക്ക് ചാൻസ് ചോദിച്ച് സാറിൻ്റെ അടുത്ത് ചെന്നതും പിന്നീട് സാറിൻ്റെ ഒരു ഫാമിലി സുഹൃത്തായി മാറുകയാണ്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഈ പുള്ളുവൻ എന്നൊരു കഥാപാത്രം ഇതിലുണ്ട്. നായികയുടെ അച്ഛൻ കഥാപാത്രമാണ്. അത് വളരെ പ്രധാനപ്പെട്ടൊരു ക്യാരക്ടറാണ്. കാരണം കഥയിലെ പല ട്വിസ്റ്റുകളും കൊണ്ടുവരുന്നത് ഈ ഒരു കഥാപാത്രമാണ്. അപ്പം അത് ചെയ്യാൻ ആര് എന്നുള്ളൊരു വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരുപാട് പേരെ നോക്കി. നമ്മുടെ ബാബു നമ്പൂതിരി അദ്ദേഹത്തിനെ നോക്കി, പിന്നെ അങ്ങനെ ഒരുപാട് പേരെ നോക്കി. പക്ഷെ അതൊന്നും അങ്ങോട്ടൊരു ശരിയാവുന്നില്ല. പിന്നെ എം ആർ സാറിനെ നോക്കി, അതും ഒന്നും നമുക്കങ്ങോട്ടൊരു ശരിയായ, നമ്മൾ ചെന്ന് സംസാരിക്കും, അവർ കഥ കേൾക്കുമ്പോഴത്തേക്ക് ഓക്കെ പറയും. തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് വഴിയിൽ നിന്ന് ഇങ്ങനെ ആലോചിക്കും, അത് വേണോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട അല്ലേ എന്ന് ഞങ്ങൾ 3 പേരും കൂടെ തീരുമാനിക്കും. അത് അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം എന്തോ ആവശ്യത്തിന് തമ്പി സാറിനെ അന്ന് ഓർക്കാനിടയായപ്പോഴത്തേക്ക് എനിക്ക് തോന്നി എന്തുകൊണ്ട് തമ്പി സാറിനെ അഭിനയിപ്പിച്ചുകൂടാ. ഞാൻ നേരെ 2 പേരെയും വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് വരുമോ? അനിൽ സാർ പറഞ്ഞു എങ്കിലും ഓക്കെ, ഡബിൾ ഓക്കെ. ഞാൻ പിറ്റേന്ന് എറണാകുളത്തിന് പോയി. അപ്പോൾ വിളിച്ചപ്പോഴത്തേക്ക് സാർ പറഞ്ഞു ഇപ്പം എറണാകുളത്തുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ നേരെ അങ്ങ് പോയി. അപ്പോൾ നേരെ കാര്യം പറഞ്ഞു, സാർ ഇങ്ങനെയാണ്, ഞാൻ ഒരു സിനിമ സംവിധാനം ചെയ്യുകയാണ്, അനുഗ്രഹം ഉണ്ടാവണം. തീർച്ചയായിട്ടും അനുഗ്രഹമുണ്ട്. കാലിലൊന്ന് നമസ്കരിച്ചു ആദ്യം. അത് പറയാനൊന്നുമില്ല, ഫോർമാലിറ്റീസിൻ്റെ ആവശ്യം ഞങ്ങൾ തമ്മിലില്ല. അപ്പോൾ എൻ്റെ അടുത്ത് വെച്ച് രമേശ് അത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു സാർ എന്നൊക്കെയാണ് ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ. കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്ക് വിളിക്കേണ്ട കാര്യമില്ല, കാരണം എത്രയോ സിനിമകൾ ചെയ്ത എക്സ്പീരിയൻസും ഇതിനെ കുറിച്ച് ഏറ്റവും സെറ്റ് അറിയാവുന്ന ആളുമാണ്. അപ്പോൾ പിന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ നിന്ന് മറച്ചു വെച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള സംവിധായകനുമാണ്, ലോകം അറിയുന്ന ഒരാളാണ്. ഒരിക്കലും നമുക്കതൊരു ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. ഞാൻ സാർ ഇത്ര ലക്ഷം രൂപയാണ് ബഡ്ജറ്റ്, അതിൽ തീരുമോ രമേശ്? നമ്മൾ തീർക്കാനാണ് സാർ ആഗ്രഹിക്കുന്നത്. തീരുമായിരിക്കാൻ, ചിലപ്പോൾ തീരില്ലായിരിക്കാം. ആഗ്രഹിക്കുന്നത് അതിലാണ്. പിന്നെ നല്ല പുതുമുഖങ്ങളാണ്. പിന്നെ അപ്പോഴത്തേക്ക് മറ്റേ ജയൻചേട്ടൻ, നമ്മളെ ചേർത്തല ജയൻചേട്ടൻ, കൃഷ്ണപ്രസാദ്, പിന്നെ ആ 2 പേരെയും ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചായിരുന്നു. സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ പോലെയാണ്, അവർ 2 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഞങ്ങളിങ്ങനെ കാസ്റ്റ് ചെയ്ത് വരുന്നത്. ധൈര്യമായിട്ടിരുന്നു, ഞാനുണ്ട്, ഈ വേഷം ഞാൻ ചെയ്യാം, എപ്പോഴാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. അത് കൂടെ കേട്ടപ്പോൾ ധൈര്യമായി. പിന്നെ ബാക്കി ഞങ്ങൾ ചടപടയുന്ന കാര്യങ്ങൾ നീക്കി. പിന്നെ ഫീമെയിൽ ആർട്ടിസ്റ്റിനെ ഇന്ദു ചേച്ചി. അപ്പോൾ ഞങ്ങൾ നായികയായിട്ട് എറണാകുളത്തു നിന്നൊരു കുട്ടിയാണ് കണ്ടെത്തി വെച്ചിരുന്നത്. സഡനായിട്ടൊരു ദിവസം ബാക്കിയെല്ലാം സെറ്റായി. പൂജയുടെ ആ ഒരു സെറ്റപ്പിലോട്ട് എത്താം എന്നുള്ളൊരു തീരുമാനമായപ്പോഴത്തേക്കാണ് ആ കുട്ടി വിളിച്ചു പറഞ്ഞത് അത് ഞാനില്ല, എനിക്കത് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എന്താണ് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ, ഇനി നമ്മുടെ അപ്രോച്ചാണോ, എന്താണ് ഇനി മറ്റേ സാമ്പത്തികമാണോ, എന്താണെന്നുള്ളതും അതൊന്നും ഞാൻ ചോദിക്കാൻ പോയില്ല. ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ശരി, സന്തോഷം, ഫോൺ കട്ട് ചെയ്തു. പിന്നെ അങ്ങോട്ട് വിളിക്കാനോ ഇങ്ങോട്ട് വിളിക്കാനോ ഒന്നും നിന്നിട്ടില്ല. കാരണം ഒന്നും ഞാൻ ചോദിക്കാൻ പോയില്ല. ഒരാൾ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ പിന്നെ നിർബന്ധിക്കേണ്ട കാര്യമില്ലല്ലോ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സംഭവത്തിന്. അപ്പോൾ നായികയില്ല, നായകനും ആയിട്ടില്ല. അപ്പൊ അങ്ങനെ നായകനാകാൻ വേണ്ടി ഞങ്ങള് മറ്റേ നമ്മുടെ വിനു മോഹൻ പുള്ളിയെ സമീപിച്ചു. പിന്നെ നമ്മളെ സന്ധ്യ രാജേന്ദ്രന്റെ മകൻ കൈലാഷ് പുള്ളിയെ സമീപിച്ചു. അങ്ങനെ ഒരുപാട് പേരെ സമീപിച്ചു. എല്ലാരും സബ്ജക്റ്റ് ഓക്കെ ആവും, പക്ഷെ തിരിച്ചു വരുമ്പോ ഞങ്ങൾക്ക് ഒരു നേരത്തെ പറഞ്ഞത് ശരിയാവില്ലല്ലോ എന്നുള്ളൊരു ഉൾവിളി തോന്നും. ഒന്നുകിൽ എനിക്കായിരിക്കും, അല്ലെങ്കിൽ അനിൽ സാറിനായിരിക്കും, അല്ലെങ്കിൽ നവീനായിരിക്കും. അവരെ മനസ്സിലാണ് തോന്നുന്നെങ്കിൽ എൻ്റെ അടുത്ത് പറയുന്നത് പക്ഷെ ഇങ്ങനെയാണല്ലോ, ഞാൻ എനിക്ക് വേണ്ട വിട്ടേക്കാം എന്നൊന്ന്. അങ്ങനെ പിന്നെ തപ്പി നായികയെ
ഞങ്ങൾ ഒരുപാട് കുട്ടികളെ കണ്ടു, ഒരുപാട് കുട്ടികളെ കണ്ട് ആരെയും നമുക്ക് അങ്ങോട്ട് ഒരു സന്തോഷം തോന്നുന്നില്ല, ഒരു നായികയായി നിർത്താം എന്ന് തോന്നുന്നില്ല. അങ്ങനെ ഇരുന്ന സമയത്താണ് നമ്മളെ ലീലാമണി ചേച്ചി, KPC ലീലാമണി ചേച്ചി അങ്കിതയുടെ ഫോട്ടോ അയച്ചു തന്നു. അപ്പോൾ ഒരു സെറ്റ് കൊണ്ടൊക്കെ കൊടുത്ത് നാടൻ വേഷത്തിലുള്ള സെറ്റ് കൊണ്ട് കണ്ടപ്പോഴേ ഞാൻ വന്നു, ഇത് മായമ്മയാക്കാം. കാരണം ആ ഒരു വേഷം കൊണ്ടാക്കാം, കുട്ടി നന്നായിട്ട് ചെയ്യുമെങ്കിൽ ബാക്കി നമുക്ക് ഇതാക്കാം. അങ്കിതയുടെ ഫോട്ടോ പിന്നെ ഞങ്ങൾ പോയി കണ്ടു. കണ്ടപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ ഫോട്ടോയിൽ കണ്ട രൂപമേ അല്ല, മൊത്തം അടിപൊളി മോഡേൺ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. മോഡേൺ എന്ന് പറയാൻ പറ്റില്ല, എന്തായിരുന്നാലും ആ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല ഹൃദയമായി തോന്നി. ഒരു പ്രസരിപ്പുണ്ട് നമ്മുടെ ആ ഒരു കഥാപാത്രത്തെ. ഞാൻ അതാണ് ആദ്യമേ വാച്ച് ചെയ്തത്. കുട്ടിയായിട്ട് സംസാരിക്കുന്ന സമയത്ത് എൻ്റെ ക്യാരക്ടർ ആവാൻ പറ്റുമോ എന്നുള്ള ആ ഒരു ഇതാണ് ഞാൻ ആദ്യമേ വാച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നല്ല പ്രസരിപ്പോടുള്ള സംസാരവും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ സബ്ജക്റ്റ് പറഞ്ഞപ്പോഴത്തേക്ക് ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞു. അത് നിങ്ങളുടെ ഇഷ്ടം, അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ പിന്നെ പറയേണ്ട കാര്യമില്ല, അത് ആലോചിച്ച് പറഞ്ഞാൽ മതി. കുട്ടിയുടെ ആദ്യ പടം അല്ലേ? അല്ല, അങ്കിത ചെയ്യുന്ന സിനിമ രണ്ടാമത്തെ സിനിമ. ആദ്യത്തെ സിനിമ വേറെ ഒരു പോലീസ് ഇതിനു മുമ്പാണ്. ഇതിനു മുമ്പ് ഷൂട്ട് കഴിഞ്ഞു, നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്, അതൊക്കെ പറഞ്ഞു. അപ്പൊ ഈ മറ്റേ സീരിയലിന്റെ കാര്യവും പറഞ്ഞു, പാടാത്ത പെങ്കിളി എന്നുള്ള സീരിയലിന്റെ കാര്യങ്ങളും പറഞ്ഞിരുന്നു. അപ്പൊ അത് ഞാൻ ഇടയ്ക്ക് 1-2 എപ്പിസോഡൊക്കെ എടുത്ത് കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വഴിയിൽ വെച്ച് അങ്കിത വിളിച്ചു, ഞാൻ ചെയ്യാം. ഞാൻ പറഞ്ഞു സന്തോഷം. ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പെട്ടെന്ന് തന്നെ തീരുമാനം അന്ന് അതാ ദിവസം തന്നെ തീരുമാനം വന്നു. അപ്പം അപ്പോഴും നായകനായിട്ടില്ല, നായകൻ അങ്ങനെ പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. അടുത്ത ഒരാഴ്ചക്കകത്ത് അടുത്തൊരു 3-4 ഫോട്ടോ കിട്ടും. ഞങ്ങൾ മറ്റേ ക്യാമറയുടെ കാര്യം ചോദിക്കാൻ വേണ്ടി നമ്മുടെ RTV സതീഷ് ഏട്ടൻ്റെ അടുത്ത് പോയി. ഞങ്ങളിങ്ങനെ ഹീറോ ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. സതീഷ് ഏട്ടൻ വഴി 4 ഫോട്ടോ കിട്ടി. നമ്മുടെ അരുണിൻ്റെ ഫോട്ടോ കിട്ടി. നമ്മളെ സതീഷ് മരുതിങ്കൽ. അതെ, RTV നേരെ അയൽവാസി, നേരെ അയൽവാസിയാണ്. അപ്പോൾ അങ്ങനെ അരുണിനെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അരുണ് AD ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇറവൻ എന്നൊക്കെ പറഞ്ഞൊരു സിനിമയിലെ AD ഒക്കെ ആയിരുന്നു. അപ്പോൾ അരുണ് പറഞ്ഞു, ഞാൻ വരാം, എനിക്ക് അഭിനയത്തോട് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഭയങ്കരമായിട്ട് അഭിനയിക്കളെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ ശരി വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ എറണാകുളത്തുണ്ട്. അരുണ് എറണാകുളത്ത് വന്നു, കണ്ടപ്പോൾ കാഴ്ചയിൽ ഞാൻ ഓക്കെ. കാരണം എനിക്കൊരു നമുക്കൊരു ചെക്കനാണ് വേണ്ടത്. അന്ന് താടി ഉണ്ടായിരുന്നു. അന്ന് കുറച്ചും കൂടെ ഇപ്പോഴുള്ളതിനേക്കാൾ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു കാരണവശാലും താടി എടുക്കരുത്, ഈ ഒരു ഫിഗറാണ് എനിക്ക് വേണ്ടത്, അപ്പോൾ അതുകൊണ്ട് ഇത് എടുക്കരുത്. പിന്നെ ഒരു ഓഡിയേഷൻ ഞാൻ നടത്തും, അതും കൂടെ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഫിക്സ് ചെയ്യുള്ളൂ. ഓഡിയേഷൻ തിരുവനന്തപുരത്ത് വെച്ചാണ് ഞാൻ നടത്തുന്നത്. അരുണിന് വേണ്ടി മാത്രം. അപ്പം തിരുവനന്തപുരത്തേക്ക് വരണം. പിന്നത് വരാമെന്ന് പറഞ്ഞു. അവിടുന്ന് അന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ അരുണ് വന്നു. ഞങ്ങൾ നവീൻ്റെ വീട്ടിൽ വെച്ച് ഒരു ചെറിയൊരു ഓഡിയേഷൻ പോലെ നടത്തി. 1-2 സീക്വൻസ് പറഞ്ഞ് നമ്മുടെ ഇത് സിനിമയിൽ ഉള്ള 1-2 സീനുകൾ തന്നെ പുള്ളിയെ കൊണ്ട് ചെയ്യിച്ചു. ഹാപ്പിയായി, ഓക്കെയാണ്. അപ്പം അൻസാറിൻ്റെ അടുത്ത് വന്നു, സാർ നമുക്ക് എല്ലാം സെറ്റായി. പിന്നെ കുഞ്ഞു കുഞ്ഞു കഥാപാത്രങ്ങൾ വന്നപ്പോൾ മെയിൻ കഥാപാത്രങ്ങൾ നമ്മൾ ഓരോരുത്തരായിട്ട് വന്നു. തിരുവേനി വന്ന് പോയപ്പോഴത്തേക്ക് ഇങ്ങനെ ആലോചിച്ചു, നേരെ രാഷ്ട്രം ചേട്ടൻ്റെ അടുത്ത് പോയി. പൂജപ്പുര പുള്ളി ഡബിൾ ഓക്കെ. എന്നുവെച്ചാൽ സബ്ജക്റ്റ് പറയുന്ന ഒരു ആർട്ടിസ്റ്റും നമ്മളടുത്ത് ഇത് കൊള്ളില്ല അല്ലെങ്കിൽ നമുക്ക് പറ്റില്ല എന്ന് നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല. രമേഷിനെ സംബന്ധിച്ച് ഒരു തുടക്കക്കാരൻ അല്ലെങ്കിൽ ഒരു തുടക്ക സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് കിട്ടിയിരിക്കുന്ന ആർട്ടിസ്റ്റുകളൊക്കെ വളരെ സീനിയേഴ്സും സീസൺഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുമാണ് അല്ലേ? തമ്പിച്ചേട്ടന്റെ ഒരു ഉദാഹരണം പറഞ്ഞതുപോലെ തന്നെയാണ് ജയൻ ചേർത്തല, കൃഷ്ണപ്രസാദ്, പൂജപ്പുര രാധാകൃഷ്ണൻ ചേട്ടൻ, ഇന്ദുലേഖ, ഇവരെല്ലാവരും വളരെ വർഷങ്ങളായിട്ട് എത്രയോ സംവിധായകരുടെ കൂടെ ആർട്ടിസ്റ്റുകളുടെ കൂടെയും ഒക്കെ. ഇപ്പൊ ജയൻ ചേട്ടനൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ കൂടെ എത്രയോ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇവരുടെയൊക്കെ ഒരു പെരുമാറ്റം എങ്ങനെ ഉണ്ടായിരുന്നു? ഒരാളിൽ നിന്നും ഒരു മോശമായിട്ടുള്ള ഒരു പെരുമാറ്റം എനിക്ക് കിട്ടിയിട്ടില്ല. മറിച്ച് നമ്മളിപ്പോ ഒരു ഓക്കെ പറഞ്ഞ ഷോട്ട് പോലും ജയൻ ചേട്ടനൊക്കെ
1ഉം 2ഉം പ്രാവശ്യം രമേശ് നമുക്ക് ഒന്നുകൂടെ എടുക്കാം, ഒക്കെ ഷോട്ട് നിങ്ങൾ വെച്ചോ, കുഴപ്പമില്ല, അത് നിങ്ങൾ എഡിറ്റ് ചെയ്തോ, കുഴപ്പമില്ല, പക്ഷെ എൻ്റെ തൃപ്തിക്ക് എനിക്കിത് ഒന്നും കൂടെ ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞ് വീണ്ടും ടേക്ക് എടുത്ത സന്ദർഭങ്ങളും കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ജയൻ ചേട്ടൻ ഒരു സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയിലാണ് നമ്മളെ വർക്കിലേക്ക് വന്നത്. പിന്നെ അപ്പം അങ്ങനെ അത്രയും തിരക്കിൻ്റെ ഇടയിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ചെറിയൊരു സാധനത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അവർ 100% സപ്പോർട്ടീവായിട്ടുള്ള ഒരു മനോഭാവത്തോട്, ഇപ്പം കൃഷ്ണപ്രസാദ് ആയിരുന്നാലും ശരി, പിന്നെ പൂജപ്പുര രാഷ്ട്രീയ ചേട്ടനായിരുന്നാലും ശരി, ആ ഒരു എല്ലാവരുമായിട്ട് ഒരു ആർട്ടിസ്റ്റിനും ഒരു അതൃപ്തി. ഇപ്പം ഇവർ ഈ സീനിയേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ശ്രീകാന്ത് എന്നൊരു കോട്ടയത്തു നിന്നുള്ളൊരു ഇതുണ്ട്, വാസുദേവൻ നമ്പൂതിരി എന്നൊരു കഥാപാത്രമാണ് ഇതിൽ, അതായത് നായകൻ്റെ അളിയൻ ശ്രീകാന്ത്, പിന്നെ ഒരു ബാബു നമ്പൂതിരി. അതിന് ബാബു വെച്ചാൽ നമ്മുടെ സീനിയർ അതല്ലാതെ ഒരു പെരുമ്പാവൂരുള്ളൊരു ബാബു നമ്പൂരാണ്. ഇവരെ രണ്ടുപേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ട് തുടങ്ങി തീരുന്നത് വരെ നമ്മുടെ കൂടെ ആയിരുന്നു. എന്ത് ജോലിയും ചെയ്യും, അഭിനയിക്കാൻ വിളിച്ചാൽ അഭിനയിക്കും, അല്ലാത്ത സമയത്ത് ക്യാമറയുടെ കൂടെ നിൽക്കാൻ വന്നാൽ അത് നിന്നോളും, വന്ന് മറ്റേ ബൗൺസ് ചെയ്യാൻ വേണ്ടി തെർമോക്കോൾ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതും പിടിച്ചോളും, മെസ്സ് ഫുഡ് വന്നു എടുത്ത് കൊടുക്കാൻ വേണ്ടി അതും ചെയ്യും. അങ്ങനെ ഒന്നിനും ഒരു മടിയും ഒരാളിനും നമ്മുടെ ആ ഒരു റൂലില്ലായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ വളരെ സന്തോഷം ഇതാണ്. അല്ലാതെ ഓരോരുത്തർ ഞാൻ ഇന്നതേ ചെയ്യുമെന്നും പിന്നെ മസിൽ പിടിച്ച് ഓരോ മൂലയ്ക്ക് ഇരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടിപ്പോകും. അത് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിലെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതെ. ഇപ്പം പാട്ട്, ഗാനരചനയാണെങ്കിലും ഈണമാണെങ്കിലും ആലാപനമാണെങ്കിലും അതിൻ്റെ വിഷ്വലൈസേഷൻ, നമ്മൾ ട്രെയിലറും അതിൻ്റെ പാട്ട് സീക്വൻസും ഒക്കെ നമ്മൾ കാണുമ്പോഴത്തേക്കും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ നമുക്കൊരു ഡിഫറെൻറ്റ് ഫീലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഇപ്പോൾ രാജേഷ് വിജയ് ആണല്ലോ സംഗീതം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് പുള്ളിയെ സംബന്ധിച്ചും ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. പുള്ളി ഇതുവരെ ചെയ്ത ഒരു ട്രാക്കിലുള്ള പാട്ടുകളല്ല. കാര്യം വെച്ചാല് ഞാൻ ഈ സബ്ജക്റ്റ് ആലോചിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സംഗീതം ഒരു പ്രത്യേക തരം ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക തരം മീൻസ് അതൊന്നുമല്ല, ഇത് സബ്ജക്റ്റ് പുള്ളുവത്തിയാണ് ഇതിലെ നായിക. നായികയെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അങ്ങോളം പോകുന്നത്. 66 സീനിൽ 53 സീനിലും നായിക വന്നു പോകുന്നുണ്ട്. നായികയ്ക്ക് പ്രാധാന്യം തന്നെയാണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിലെ പാട്ടുകൾ തികച്ചും വ്യത്യസ്തമായിരിക്കണം എന്നുള്ള ഒരു വല്ലാത്തൊരാഗ്രഹം എനിക്ക് അപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് എന്താണ് വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളുവത്തിക്ക് പറ്റിയത് എന്താണ്? പുള്ളുവൻ പാട്ട്. പുള്ളുവത്തി ചെയ്യേണ്ട കടമ പുള്ളുവൻ പാട്ടാണ്. അപ്പോൾ പുള്ളുവൻ പാട്ടുണ്ട്, നാവോറ് പാട്ടുണ്ട്, പിന്നെ പുള്ളുവത്തിക്ക് ചെയ്യേണ്ടുന്ന ഒരു ആചാരമുണ്ട്. ഈ അഷ്ടനാഗക്കളം മായ്ക്കുക, മുടി അഴിച്ചിട്ട് കളത്തിൽ ഉരുണ്ട് മായ്ക്കുന്ന ഒരു സമ്പ്രദായം പുള്ളുവരും പുള്ളുവത്തിയരും ചെയ്തു വരുന്നുണ്ട്. അഷ്ടനാഗക്കളം മായ്ക്കൽ അത് ആചാരമാണ്, അത് ക്ഷേത്ര ആചാരമാണ്. അത് നമുക്കിതിലുണ്ട്. സിനിമ 7-ാം തീയതി തിയേറ്ററുകളിലെത്തി കഴിഞ്ഞാൽ പിന്നെ ജയപരാജയം തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ് തീർത്തും. അപ്പോൾ ആസ് എ ഡയറക്ടർ നേരത്തെ നമ്മുടെ സംഭാഷണത്തിൽ പറഞ്ഞു ഇതിൻ്റെ പരാജയങ്ങൾ എവിടെയൊക്കെയാണെന്നാണ് പഠിച്ചിട്ടാണ്. സാധാരണ എല്ലാവരും വിജയിക്കാനുള്ളതും കൂടുതൽ വിജയത്തിലേക്ക് പോകാനുള്ള വഴികളും തേടുമ്പോൾ രമേശ് വളരെ വ്യത്യസ്തമായിട്ട് ഇതിൽ പരാജയപ്പെടാൻ സാധ്യതയുള്ള മേഖലകൾ ഏതൊക്കെയാണെന്നാണ് പഠിച്ചത് അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ 50-50 ചാൻസ് ആണ്. 7th റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ജയമുണ്ടാകാം, പരാജയമുണ്ടാകാം. രണ്ടും ഇപ്പോഴത്തെ സംഭാഷണത്തിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥയിലാണ് സംവിധായകൻ നിൽക്കുന്നത്. കാരണം ഞാനത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ട് തന്നെയാണ് നമ്മൾ ആദ്യം മുതലേ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഓരോരുത്തരെടുത്താൽ എന്ത് സംഭവിച്ചാലും നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. നന്നായാൽ അത്രയും സന്തോഷം. നല്ല റെസ്പോൺസ് കിട്ടി, ഒരുപാട് ആൾ കയറി കാണുന്നു, നല്ലൊരു പോസിറ്റീവായിട്ടൊരു ഇത് കിട്ടി, വിജയമാണ്, നല്ല ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സന്തോഷം.
അതേസമയം ആരും കയറിയില്ല, അല്ലെങ്കിൽ കുറെ പേര് കുറ്റം പറഞ്ഞു, രണ്ട് സംഭവിക്കാം. ഇപ്പം കയറിയവരെല്ലാം കുറ്റം പറഞ്ഞു നിനക്ക് എന്തോന്ന് കാണിച്ചു വെച്ചേക്കുന്നെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയാലും നമ്മൾ ഇതേ മനോഭാവം തന്നെയാണ്. അത് നമ്മുടെ വിധി എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. റിസൾട്ട് രണ്ടാണെങ്കിലും സംവിധാന രംഗത്ത് തുടരും. തീർച്ചയായിട്ടും അതിൽ യാതൊരു സംശയമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെയ്യാൻ സാധിക്കും എന്ന് തോന്നുന്ന ഒരു മേഖലയാണ് സിനിമ. ഇപ്പോൾ നമ്മൾ ഒരു മുഴുനീള സിനിമ ചെയ്തപ്പോൾ കുറച്ചും കൂടെ എനിക്കൊരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. ഈ സിനിമയുടെ അന്തിമ വിധി എഴുതേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്. തീർച്ചയായിട്ടും. അപ്പം അവരോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പ്രേക്ഷകരോടായിട്ട് പറയാനുള്ളത് ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കൂട്ടം ആൾക്കാർ, ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മുടെ ഒരു കൂട്ടം ആൾക്കാരുടെ അശ്രാന്ത പരിശ്രമ ഫലമായിട്ടുണ്ടായതാണ് മായമ്മ എന്ന സിനിമ. ആ സിനിമയിൽ ഒരുപാട് നല്ല നല്ല ശരിക്ക് ഫേമസ് ആയിട്ടുള്ള താരങ്ങളുമുണ്ട്, കുറേയേറെ പുതുമുഖങ്ങളും ഉണ്ട്. അപ്പോൾ ആ പുതുമുഖങ്ങൾക്ക് ഒരു പ്രചോദനം എന്ന നിലയിലും ഫേമസ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രോത്സാഹനം എന്നുള്ള നിലയിലും ഒരു കൂട്ടം പുതുക്കക്കാരുടെ ഒരു കൊച്ചു സിനിമ എന്ന നിലയിൽ അത് ഓരോരുത്തരും വന്ന് കണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കണം. ഞങ്ങളുടെ അതിലുള്ള എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരണം. ഭാവിയിലും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നന്ദി, നമസ്കാരം.